പിന്നെ വേറെ 2-3 സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കുറേ ചുമരിലൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അപ്പോൾ സ്റ്റാലിൻ്റെ വീടിൻ്റെ വരാന്തയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് സ്റ്റാലിൻ്റെ വീട്. ഇനി ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് സ്റ്റാലിൻ്റെ ഒരു മ്യൂസിയം കൂടിയുണ്ട്. നമുക്കതും കൂടി ഒന്ന് കാണാം. ഇത് മ്യൂസിയം. മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അന്നത്തെ കാലത്ത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ജോസഫ് സ്റ്റാലിൻ്റെ നല്ല വലിയൊരു പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പ്രതിമ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മ്യൂസിയം ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് മ്യൂസിയത്തിലേക്കൊന്ന് പോകാം. 1879 ഡിസംബർ 21 റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ ജോർജിയയിലെ ഗോറിയിൽ ജനിച്ച സ്റ്റാലിൻ്റെ ആദ്യ നാമം ഈസോപ്പ് ജുഗഷ്വിലി എന്നായിരുന്നു. പിന്നീട് അദ്ദേഹം ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന സ്റ്റാലിൻ എന്ന പേര് സ്വീകരിച്ചു. ചിലർക്ക് സ്റ്റാലിൻ ഒരു ഹീറോ ആണ്, എന്നാൽ മറ്റു ചിലർക്ക് തികഞ്ഞ സ്വേച്ഛാധിപതിയും. ഒരു ചെരുപ്പുകുത്തിയുടെ മകനായിട്ടാണ് സ്റ്റാലിൻ്റെ ജനനം. 14-ാം വയസ്സിൽ സ്റ്റാലിൻ ജോർജിയയുടെ ഇന്നത്തെ തലസ്ഥാനമായ തിബിലിസിയിലേക്ക് വൈദിക പഠനത്തിനായി പോയി. വൈദിക പഠനത്തേക്കാൾ സ്റ്റാലിനെ ആകർഷിച്ചത് കാറൽ മാർക്സ് പോലെയുള്ളവരുടെ വിപ്ലവ ചിന്തകളായിരുന്നു. താമസിയാതെ അദ്ദേഹം റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയിൽ ചേർന്നു. ഈ പാർട്ടി പിന്നീട് പിളർന്ന് ലെനിൻ്റെ കീഴിലുള്ള ബോൾഷെവിക് പാർട്ടിയായപ്പോൾ പാർട്ടിയുടെ തന്ത്രപരമായ രഹസ്യരേഖകൾ കൈകാര്യം ചെയ്യുന്ന ചുമതല സ്റ്റാലിനിൽ അധിഷ്ഠിതമായി. സ്റ്റാലിൻ്റെ ജീവിതത്തിലെ പ്രധാന നാഴികക്കല്ലുകൾ ഒന്നും വിട്ടുപോകാതെ കോർത്തിണക്കിയിരിക്കുകയാണ് ഈ മ്യൂസിയത്തിൽ. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റാലിന് പ്രൈവറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ട്രെയിനിൻ്റെ ബോഗിയാണിത്. ഇതിൻ്റെ ഉള്ളിലാണ് അദ്ദേഹത്തിൻ്റെ ബെഡ്റൂം, ഓഫീസ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഭയങ്കര എക്സ്ക്ലൂസീവായിട്ട് ജീവിച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് കയറി നോക്കാം.
എല്ലാവരും സ്റ്റാലിൻ്റെ വീടും മ്യൂസിയവും ഒക്കെ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണും വരെ ബൈ ബൈ.